അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ആയിട്ടുള്ള 3 വിഷയങ്ങളാണ് എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫോർഗീവ്നെസ്, രണ്ടാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ്, മൂന്നാമത്തെ വിഷ്വലൈസേഷൻ. നമുക്കറിയാം, പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പല ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മുമ്പോട്ട് വരുന്ന ആൾക്കാരും പറഞ്ഞു തരുന്ന കാര്യം എന്താ, സക്സസ്സിലേക്ക് എത്താൻ വേണ്ടത് കൺസിസ്റ്റൻസി, പാഷൻ എന്നിവയൊക്കെയാണ്. പക്ഷേ ഈ കൺസിസ്റ്റൻസി, പാഷൻ എന്നെല്ലാം പറയുമ്പം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഈ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷൻ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫോർഗീവ്നെസ് എന്താണെന്ന് നോക്കാം. ഫോർഗീവ്നെസ് നമുക്കറിയാം, ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ക്ഷമിച്ചു കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ, അതായത് ഒരുവൻ്റെ ജീവിതത്തിൽ ഒരാൾ ക്ഷമിച്ചു കൊടുക്കുന്നതിൽ കൂടെ എന്തോരം ഗുണങ്ങളുണ്ട് എന്നതാണ് ഫോർഗീവ്നെസ്സിലൂടെ ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ, പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നോക്കാം. വൈ കാൺട്ട് പീപ്പിൾ ഫോർഗീവ്? അപ്പോൾ നമുക്കറിയാം, എന്തുകൊണ്ടാണ് ആൾക്കാർ, ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു തെറ്റ് ചെയ്തു, അവന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത കാരണം എന്താ? ആദ്യം കാരണം പറയുന്നത് അവൻ എന്നോട് ക്ഷമ ചോദിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്ഷമ ചോദിച്ചില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഒരു കഥ പറയാം. ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ്. അതായത് അവരുടേതായിട്ടുള്ള ഓഫീസ് വർക്ക്സിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുന്നവരാണ്. അപ്പോൾ ഈ ട്രെയിൻ പാസഞ്ചേഴ്സ് അങ്ങോട്ട് പോയി അവരുടെ കാര്യങ്ങൾക്ക് ഇറങ്ങി അങ്ങനെ ഇങ്ങോട്ട് വരുന്നൊരു, അത് 90% അവരുടെ സീറ്റൊക്കെ അവിടെ തന്നെ റിസർവ്ഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ട്രെയിൻ പാസഞ്ചേഴ്സിൻ്റെ ഇടയ്ക്കോട്ട് ഒരു അച്ഛനും 3 കുട്ടികളും വന്നു. ഈ അച്ഛൻ്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ 2 കുട്ടികൾ അവിടെ ഓടി നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ട്രെയിനിനുള്ളിൽ കൂടെ ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഈ ട്രെയിൻ പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കീപ്പ് ആൻഡ് കാം, അങ്ങനെ ഒരു ഹൈജീൻ കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഈ അച്ഛനും കുട്ടികളും വന്നപ്പോൾ ഒരു കുട്ടി ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പത്രം വാങ്ങിച്ചിട്ട് നിലത്ത് വിരിച്ചിട്ട് അതിൽ കയറിയിരുന്നു. വേറൊരു കുട്ടി കയ്യിലിരുന്ന് ഭയങ്കര കരച്ചിൽ, വേറൊരു കുട്ടി വേറൊരു വികൃതി കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുനിന്ന ട്രെയിൻ പാസഞ്ചേഴ്സിന് ദേഷ്യം വരികയും അവർ ഈ അച്ഛനോട് ചൂടാവുകയും ചെയ്തു. നിങ്ങളൊന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും ഈ കുട്ടികളോട് പറയുന്നില്ല, ഇതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു മര്യാദയാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ആ അച്ഛൻ എന്നിട്ട് പോലും ഒന്നും വേണ്ടിയില്ല. ആ കയ്യിലിരിക്കുന്ന കുട്ടീനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആ അച്ഛൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനും കുട്ടികളും ഇറങ്ങേണ്ട ആ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഈ അച്ഛൻ എണ്ണീറ്റ് നിന്നിട്ട് ഈ പാസഞ്ചേഴ്സിനോട് പറഞ്ഞു, എൻ്റെ കുട്ടികൾ നിങ്ങളോട് അപമര്യാദയോടെ പെരുമാറിൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ 4 പേരല്ലായിരുന്നു, ഞങ്ങൾ 5 പേരുള്ള ഒരു സന്തോഷമായിട്ട് കുടുംബമായിരുന്നു. ഞാൻ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കാർ ആക്സിഡൻ്റ് ആയി, എൻ്റെ വൈഫ് മരണപ്പെട്ടു. വൈഫുള്ള ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടികൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യം അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഈ യാത്രക്കാർക്ക് ഇത് കേട്ടിട്ട് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. ഇവർ ഈ വഴക്ക് പറഞ്ഞതിന് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് അറിയില്ല, ചിലപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫീലിങ്സ് എന്താണെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അയാൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു തെറ്റ് ചെയ്യുമ്പം അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ ആയിരിക്കാം, പക്ഷേ അയാളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫീലിങ്സ് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, പടച്ചവൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. പടച്ചവനെല്ലാം കാണുന്നുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട്? പല തെറ്റുകളും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ ക്ഷമ ചോദിക്കുന്നുണ്ടോ? ക്ഷമ ചോദിക്കാതെ തന്നെ പടച്ചവൻ നമുക്ക് തരുന്നുണ്ടോ? ഓക്സിജൻ തരുന്നുണ്ട് ശ്വസിക്കാൻ, അതുപോലെ തന്നെ വെള്ളം തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ഷമിച്ച് തരുന്നുകൊണ്ടല്ലേ. അപ്പോൾ ഈ ക്ഷമയെന്നുള്ള കാര്യം പടച്ചവൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു സത്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേരൻസിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അവരോട് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്തെല്ലാം വഴക്ക് പറയുന്നുണ്ട്. അത് എന്നിട്ടും അവരോട് ക്ഷമ ചോദിച്ചിട്ടാണോ അവർ നമുക്ക് ഫുഡ് തരുന്നതും അതുപോലെ തന്നെ കോളേജസിലും ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ നമുക്ക് ഫീസ് കൊടുക്കുന്നതും? ഇതൊക്കെ ചെയ്തിട്ടാണോ? അപ്പം ഇവർക്കൊക്കെ ഇത് കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കിത് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരാളുടെ ക്ഷമ എന്നുള്ളത് അവിടെ നിർബന്ധമില്ല. നമ്മുടെ ഹൈജീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അടുത്തൊരു കോട്ട് കാണാം. ഫോർഗീവിങ് സമ്മൺ വിത്ത് ദെയർ അപ്പോളജി ഈസ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ. ഫോർഗീവിങ് സമ്മൺ വിത്തൗട്ട് ദെയർ അപ്പോളജി ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ് എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പടച്ചവൻ്റെ ഒരു നേച്ചറാണ് ഒരാൾക്ക് അയാളുടെ അപ്പോളജി ഇല്ലാതെ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യണമെന്നാണ് ഈ ഫോർഗീവ്നെസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഇഫ് വി ഡോണ്ട് ഫോർഗീവ് വാട്ട് ആർ വി ഗോയിങ് ടു ഡു? നമ്മൾ
ക്ഷമിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യാൻ പോകുന്നത്? അതായത് forgiveness only has to do with you. നമ്മളിലേക്ക് മാത്രം ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ് forgiveness എന്നുള്ളത്. അതായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് ക്ഷമിച്ചു കൊടുത്തില്ല എങ്കിൽ അയാൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചെയ്ത ആ ഒരു തെറ്റിനെ നമ്മൾ ലൈഫ് ലോങ് അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി. അതായത് ഇപ്പോൾ ഒരു പാസ്റ്റിൽ നടന്നൊരു കാര്യം, അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ വന്നൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിനെ കുറിച്ച് ചെയ്ത ആൾക്ക് ഓർമ്മയില്ലായിരിക്കാം, പക്ഷെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെറുപ്പും വിദ്വേഷവും എല്ലാം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ തന്നെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അയാൾ ചെയ്തൊരു തെറ്റിന് നമ്മൾ അനുഭവിക്കുന്നു, അപ്പൊ അയാളല്ലേ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോളിങ്ങിൽ നിന്ന് മാറാൻ ഉള്ള ഒരു കാര്യമാണ് forgiveness എന്നുള്ളത്. അപ്പം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മളെ മാത്രമാണ് നന്നാക്കുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ പാസ്റ്റിൽ നടന്ന കാര്യത്തിനെ നമ്മൾ ജീവിതം മൊത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് forgive ചെയ്യുന്നില്ല എന്നുള്ളതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്നത് നമുക്ക് മാത്രമേ ഗുണമുള്ളൂ. ക്ഷമിച്ച് കൊടുക്കാത്തതെന്ന് പറയുമ്പം നമ്മൾ വിഷം കുടിച്ചിട്ട് മറ്റുള്ളവൻ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ്. നമ്മൾ വിഷം കുടിച്ചാൽ നമ്മളെ മരിക്കുള്ളൂ, മറ്റുള്ളവൻ അത് പരിഗണിക്കുന്ന പോലും ഇല്ലായിരിക്കാം. പക്ഷേ അവൻ ചെയ്ത തെറ്റിന് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ക്ഷമിച്ചു കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം ക്ഷമയ്ക്ക് അത്തരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കാം, ഹൗ ടു forgive. എങ്ങനെ ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കണം? നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്നൊരു തെറ്റ് ചെയ്തു, നമ്മൾ പറയും ഞാൻ അവന് ക്ഷമിച്ചു കൊടുത്തു. ഓക്കെ, കുറച്ച് കഴിയുമ്പം വീണ്ടും ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർക്കുന്നു, വീണ്ടും അയാൾ വെറുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പറയും ഞാൻ അവനെ ക്ഷമിച്ചു കൊടുത്തു, വീണ്ടും ആ കാര്യത്തിനെ കുറിച്ച് ഓർക്കുന്നു, വീണ്ടും അയാൾ വെറുക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിനെ ഒരിക്കലും ക്ഷമ എന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷമിച്ചു കൊടുക്കുന്നു ഇതിനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ക്ഷമ എന്ന് പറയുമ്പോൾ forgivenessഉം വിസ്ഡവും ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താലേ ഉള്ളൂ ഒരിക്കലും ഒരാൾക്ക് ട്രൂ ആയിട്ട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ക്ഷമിച്ചു കൊടുക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ ഉള്ള ഗുണം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് നമുക്ക് ട്രൂ ആയിട്ട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരാളെ കാണുമ്പോൾ അയാളോട് വെറുപ്പ് തോന്നുമ്പോൾ മനസ്സിലാക്കുക, ഈ വെറുപ്പ് തോന്നുന്നത് എന്നെ മാത്രമാണ് എഫക്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അയാൾ ഒരിക്കലും നമ്മൾ ആ ഒരു തെറ്റ് ഇനിയും ചെയ്യാൻ വേണ്ടി അനുവദിക്കൊന്നും വേണ്ട. അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്, അനുവദിക്കേണ്ട. ബട്ട് സ്റ്റിൽ നമുക്ക് അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പം ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ forgivenessനെ ഒരു സ്കില്ലായിട്ട് കാണാം. ഇപ്പം നമുക്ക് അത്രയ്ക്ക് വെറുപ്പുള്ള ഒരാളാണെങ്കിൽ ആദ്യം തന്നെ ക്ഷമിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമുക്ക് ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിച്ചു, പിറ്റേ ദിവസം തന്നെ എക്സാം ഇട്ടാൽ അതെല്ലാവരും ജയിക്കണം എന്നൊന്നുമില്ല. കാരണം അത് പ്രാക്ടീസ് ചെയ്തില്ല, റിവൈസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ forgiveness അതുപോലെ തന്നെയൊക്കെ തന്നെയാണ്. അതായത് ഒരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രാക്ടീസും റിവൈസും ചെയ്യണം. അതുപോലെ തന്നെ ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റേ തെറ്റ് ചെയ്ത ആൾ ചെയ്ത ആ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ചിരിക്കും അല്ലേ. അപ്പം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നത് ആദ്യം നടക്കണമെന്നില്ല. വീണ്ടും ശ്രമിക്കുക, പിന്നെയും പരാജയപ്പെട്ട പിന്നെയും ശ്രമിക്കുക, എന്നിട്ട് അവസാനം നമ്മൾ മനസ്സുകൊണ്ട് അയാൾക്ക് ക്ഷമിക്കുന്നവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് forgivenessന്റെ കാര്യം. അതുപോലെ തന്നെ ഈ forgive ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ സക്സസ്സിലെ അവസാനിക്കുള്ളൂ. അതായത് അവരുടെ ജീവിതം തീർച്ചയായിട്ടും സക്സസ്സിലെ അവസാനിക്കുള്ളൂ. അതാണ് ഈ സയന്റിഫിക് ഫാക്ടേഴ്സ് അബൌട്ട് forgiveness എന്നുള്ള കാര്യത്തിൽ പറയാൻ പോകുന്നത്. Forgiveness reduces stress, better heart health, lower anxiety, increasing happiness and peace. അപ്പോൾ ഈ forgivenessലൂടെ, ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ, ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. forgivenessലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് കുറയും, അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആവും, ആൻസൈറ്റി കുറയും, അതുപോലെ തന്നെ ഇൻക്രീസിങ്, ഏറ്റവും പ്രധാനമായിട്ട് സന്തോഷവും സമാധാനവും ജീവിതത്തിലുണ്ടാവും. അതായത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് സന്തോഷവും സമാധാനം. അപ്പോൾ ഈ ക്ഷമിച്ച് കൊടുക്കുന്നതിലൂടെ അത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അടുത്ത ബയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഇമ്പാക്ട്. ഈ ബയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ ക്ഷമിച്ചു കൊടുക്കുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതായത് 2003 ഇന്ത്യയിൽ തന്നെ ഒരു സർവേ നടന്നു. ആ സർവേയിൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള 24 ക്യാൻസർ പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ട് ഒരു റൂമിൽ ഇരുത്തിയിട്ട് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ
ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വളരെ സ്ട്രെസ് അനുഭവപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് 24 പേരിൽ 22 പേരും പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ 90% ആൾക്കാരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. എന്താണ് ഒരേ കാര്യം ചോദിച്ചാൽ അത് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ച ഒരാൾ എന്നെ ഇട്ടിട്ട് പോയി, അതുപോലെ തന്നെ എൻ്റെ പാർട്ട്ണർ എന്നെ ചതിച്ച് വേറൊരാളുടെ കൂടെ പോയി, അതുപോലെ എൻ്റെ മകള് വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷമം, ദേഷ്യം, ഇതുപോലുള്ള കാര്യങ്ങളോടൊപ്പം പക, വിദ്വേഷം, വെറുപ്പ് എന്നിവയൊക്കെയാണ്. ഈ പക, വിദ്വേഷം, വെറുപ്പ് എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ്സിന് ഓപ്പോസിറ്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ പകയും വിദ്വേഷവും വെറുപ്പും നമ്മുടെ ബ്രെയിനിൽ ഉള്ളിടത്തോളം കാലം എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഈ ബയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഇമ്പാക്റ്റ് എന്നൊരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മേളിലായിട്ട് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ ഹോർമോൺ. ഈ പറയുന്ന കുറച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇത് ബയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഇമ്പാക്ട് ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ബയോളജി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്താ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മേളിലായിട്ടുള്ള ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്താ? അഡ്രിനാലിൻ ഹോർമോൺ. ഈ അഡ്രിനാലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്ക് അവിടെ ഒരു വിഷമം, ദേഷ്യം, സ്ട്രെസ്, ഈ സാഹചര്യങ്ങളാണ് ഈ അഡ്രിനാലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നെന്തോ ഒരു സംഭവം കയറി വരത്തില്ലേ, നമ്മുടെ ബ്രെയിനിൽ നല്ലല്ലോ ഒന്നും സംഭവിക്കുന്നത്, ഇവിടെ നിന്നെന്തോ വരികയാണ്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ പമ്പിങ് അപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് എന്തോ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത്. ഈ ദേഷ്യം, വിഷമം, അതുപോലെ ടെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഈ നമ്മുടെ ബ്രെയിനിൽ ഈ അഡ്രിനൽ ഗ്ലാൻഡ് നേരെ കണക്ട് ചെയ്യുന്ന ബ്രെയിനിൽ സെൻറ്റർ ആയിട്ടുള്ള ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞ പാർട്ടായിട്ടാണ്. ഈ ഹൈപ്പോ തലാമസിലൂടെയാണ് നമ്മുടെ എല്ലാ ഈ ഫീലിങ്സും എല്ലാം കടന്നു പോകുന്നത്. ഈ വെറും ദേഷ്യം, വിഷമമൊക്കെ ആണെങ്കിൽ അത് കടന്നു പൊക്കോളും. പക്ഷെ അതിൻ്റെ കൂടെ വരുന്ന ഈ വെറുപ്പും വിദ്വേഷവും പക എന്നുള്ളത് ഈ ഒരു മെസ്സേജ് നമ്മുടെ ഹൈപ്പോ തലാമസ് അഡ്രിനൽ ഗ്ലാൻഡിനോട് കൊടുക്കും. അഡ്രിനൽ ഗ്ലാൻഡ് അപ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാരണം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു പുലി ഒന്ന് ചാടിയപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പുലിനെ നേരിടുക. ഈ 2 ഓപ്ഷനിലും വേണ്ടത് എനർജിയാണ് നമുക്ക്. അപ്പോൾ ഈ എനർജിക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യം ഒരു ദിവസം 2-3 പ്രാവശ്യമോ സംഭവിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വിഷമം, ദേഷ്യം, അതുപോലെ തന്നെ പക എന്നുള്ളതൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹോർമോൺ ഒരു ദിവസം 10-15-20 പ്രാവശ്യം റിപ്പീറ്റായിട്ട് സംഭവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ഇൻക്രീസ് ആവും. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിലോട്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം, പഠനം പറയുന്നത് 75% ലോകത്തുള്ള പോപ്പുലേഷനിലുള്ള 75% ആൾക്കാരിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്നാണ്. ഈ ക്യാൻസർ സെൽസ് ഉണ്ടെന്നും പറഞ്ഞ് ക്യാൻസർ ഉണ്ടാവുന്നില്ല, പക്ഷെ ഈ ഗ്ലൂക്കോസിന്റെ അമിതമായ ഡിവൈഡിങ് കൊണ്ട് ക്യാൻസർ സെൽസിന് ശക്തി കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള സെൽസിനോട് ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഓർഗൻസിലോട്ട് ഇത് കയറി പിടിച്ച് ഇത് ക്യാൻസറായി മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ 24 പേരിൽ 22 പേർക്കും ക്യാൻസർ വരാൻ ഈ ഒരു കാരണമാണ് സാധ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു സ്ട്രെസ്സിനോടൊപ്പം അവർ കൊണ്ടു നടന്ന ആ ഒരു വെറുപ്പ്, ദേഷ്യം, പക, വിദ്വേഷം എന്നുള്ള ഈ കാര്യങ്ങൾ അവരെ തന്നെ എഫക്റ്റ് ചെയ്തു. അവർക്ക് തന്നെ ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗം മാത്രമല്ല വരുന്നത്. ഈ ഹാർട്ട് റേറ്റും ബ്രെത്ത് റേറ്റൊക്കെ കൂടുതൽ അമിതമായിട്ട് ഇൻക്രീസ് ആകുമ്പോൾ മറ്റു രോഗങ്ങളും വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൊർഗീവ്നെസ്സിന് നമ്മളുമായിട്ട് മാത്രമേ ഇമ്പാക്റ്റ് ഉള്ളൂ. നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ മാത്രമാണ് നോക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരാളൊന്നും ഒരു തെറ്റ് ചെയ്തു, അത് അയാൾ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് ക്ഷമിച്ചു കൊടുക്കാത്തിടത്തോളം കാലം നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഫൊർഗീവ്നെസ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ബയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഇമ്പാക്റ്റ് ഇത്രയേ ഉള്ളൂ. അടുത്തത് പേഴ്സണൽ ട്രെയ്റ്റ്സ്, അതായത് കൈൻഡ്നെസ്, എംപതി, പേഷ്യൻസ്, അൾട്രൂയിസം, ഇതുപോലുള്ള പേഴ്സണലായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ആവുന്നുള്ളതാണ്. അൾട്രൂയിസം എന്ന് പറയുമ്പം ഒരാളുടെ
ഒരാൾക്ക് ഗുണം ചെയ്യുക, അയാൾ ചോദിക്കാതെ ഒരാൾക്ക് ഗുണം ചെയ്യുന്ന ഉള്ള ഈ പേഴ്സണൽ ട്രേറ്റ്സ് ഒക്കെയാണ്. അടുത്ത കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്. ഈ സോഷ്യൽ ഇമ്പാക്റ്റ്, അതായത് സമൂഹത്തിൽ ഫോർഗീവ്നെസ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പം നമുക്ക് അമേരിക്കയും ജപ്പാനും തമ്മിൽ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും. അമേരിക്കയിലെ ആവറേജ് ഡെത്ത് റേറ്റിൻ്റെ ഇതൊന്ന് നോക്കുമ്പോൾ, ഏജ് നോക്കുമ്പോൾ 70 years ആണെങ്കിൽ ജപ്പാനിലുള്ളത് 85 yearsന് എബോവ് ആണ്. അപ്പം ഈ ജപ്പാനിലുള്ളവരെന്ന് പറയുമ്പോൾ അവരുടെ ഈ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ട്രേറ്റ്സ്, കൈൻഡ്നെസ്, എംപതി, അതുപോലെ അൾട്രൂയിസം, ഇത്തരം കാര്യങ്ങൾ അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഈ ഇക്കിഗായി എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചവർക്ക് മനസ്സിലാവും. ആ ഒരു ഗ്രാമത്തിൽ അവര് അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചു കൊടുക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണൽ ട്രേറ്റ്സ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നമ്മൾ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഇത്രയും മഹത്വകരമായ ഒരു കാര്യം ജീവിതം മൊത്തം കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോർഗീവ്നെസ് എന്നുള്ളൊരു ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഒരാൾക്ക് നന്ദി പറയുക, നന്ദി രേഖപ്പെടുത്തുക, അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ നന്ദി രേഖപ്പെടുത്തുന്നതിൽ എന്തെല്ലാം ഗുണമുണ്ട് എന്നുള്ളതും ഈ ഒരു അടുത്ത സ്ലൈഡിൽ കൂടെ നമുക്ക് നോക്കാം. വൈ ഷുഡ് വി പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്തിന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ പറയും, ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് താങ്ക് യു, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ആരെങ്കിലും വിഷ് ചെയ്താൽ റിപ്ലൈ കൊടുക്കുക താങ്ക് യു എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഒരു ഉപകാരം ആരെങ്കിലും ചെയ്താൽ താങ്ക് യു എന്ന് പറഞ്ഞ് റിപ്ലൈ. ഇതിനല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഇതിനല്ല എന്നല്ല, ഇത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം, പലർക്കും പല കാഴ്ചപ്പാടാണ് അവരുടെ ജീവിതത്തിന്, അല്ലെ? അതായത് ചിലർക്ക് ജീവിതം അടിപൊളിയായിരിക്കും, നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ചിലർക്ക് ആണെങ്കിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇതുവരെയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ജീവിതം എങ്ങനെ ആയിക്കോട്ടെ, ആ ജീവിതത്തിൽ നിലവിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് അതിന് നന്ദി പറയുക, അതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ജീവിതത്തിൽ കിട്ടിയതാണോ കിട്ടാത്തതാണോ കൂടുതൽ? നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയതാണോ കിട്ടാത്തതാണോ? ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. എന്നിട്ടും കിട്ടാത്തതാണ് കൂടുതൽ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, പലസ്തീനിലെ കുട്ടികളുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരെന്ന് പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ കൈ നഷ്ടപ്പെട്ടവരുണ്ട്, കാല് നഷ്ടപ്പെട്ടവരുണ്ട്. ഇത്തരത്തിൽ പല അവയവങ്ങളും നഷ്ടപ്പെട്ട് അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നമുക്കറിയാം, പലസ്തീനിലെ യൂണിവേഴ്സിറ്റികൾ അടയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? അസുഖം വരുന്നതുകൊണ്ടൊന്നുമല്ല, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ള കാരണം കുട്ടികളെല്ലാം മരിച്ചുപോയി. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല. അതുപോലെ തന്നെ അവർക്ക്, അപ്പോൾ ഈ അവരിൽ നിന്ന് നമ്മൾ എത്ര വ്യത്യസ്തം, നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡിവൈനിൽ വരുന്നുണ്ട്. ഡിവൈനിലുള്ളവരും ഡിവൈനിൽ ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഡിവൈനിലുള്ളവർക്കേ അറിയത്തുള്ളൂ. അതായത് നമുക്കറിയാം, സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്, എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷേ ഡിവൈനിൽ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്കൂളിൽ കൊടുക്കാത്തതായിട്ടുള്ള കുറച്ച് നല്ല വിദ്യാഭ്യാസം, അത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളത്, നമുക്ക് ഉള്ളത് എന്താണോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ്. ആരോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാം? അടുത്ത സാറിനോട് പ്രകടിപ്പിക്കാം, സത്താർ സാറിനോട് പ്രകടിപ്പിക്കാം, അതുപോലെ യൂത്ത് വിങ്ങിലുള്ള എല്ലാവരും പ്രകടിപ്പിക്കാം. നമുക്ക് നേരിട്ട് പറയാൻ ചിലപ്പോൾ മടിയായിരിക്കും, പറയണ്ട, ഓക്കെ, മനസ്സിൽ പറയാമല്ലോ, മനസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ മനസ്സിൽ പറയുമ്പോൾ പോലും നമ്മുടെ പേഴ്സണാലിറ്റി അത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഇമ്പ്രൂവ് ആകുന്നു എന്നുള്ളൊരു കാര്യമാണ്. Gratitude changes the focus on what you don't have to what you do have. നമുക്ക് എന്തില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നും നമുക്ക് എന്ത് ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. അപ്പം എന്തുണ്ട് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുമ്പോൾ, നമുക്ക് എന്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തവനായിട്ട് തന്നെ മാറും. എന്തുണ്ട് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഒരു കാര്യത്തിനോടുള്ള കാഴ്ചപ്പാട് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മാറും. അങ്ങനെ കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആവും. പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആയാൽ നമുക്ക് ഉള്ളത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ. അടുത്തത് ഈ ഒരു കോട്ട് നോക്കുക, എ മാൻ ഈസ് വാട്ട് ഹി തിങ്സ് ഓൾ ഡേ. അതായത് റാൽഫ് വാൾഡോ എമേഴ്സൺ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ ഫിലോസഫർ എന്ന് അറിയപ്പെടുന്ന ഈ റാൽഫ് വാൾഡോ എമേഴ്സന്റെ വാക്കാണ്, എ മാൻ ഈസ് വാട്ട് ഹി തിങ്സ് ഓൾ ഡേ. ഒരു ദിവസം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണോ അതാണ് അവൻ.
അപ്പോൾ ഇത് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് എന്തില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ഒന്നും ഇല്ലാത്തവൻ തന്നെയാണ്. അതുപോലെ തന്നെ എന്തുണ്ട് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ഉള്ളവനായിട്ടും മുമ്പോട്ട് പോകുന്നുള്ളതാണ്. അടുത്തത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു കാര്യം. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കീഴിൽ വരുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ഫോർഗീവ്നെസ് എന്നൊക്കെ പറയുന്ന വിഷയം. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു വിഷയം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, എവ്രി മാറ്റർ ഇൻ ദി യൂണിവേഴ്സ് ഹാവ് എ അട്രാക്റ്റിംഗ് ഫോഴ്സ്. അതായത് എൻ്റെ ഈ മൈക്കിന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങളിരിക്കുന്ന ഓരോ കസേരയ്ക്കും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ കൂടെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ഫ്രീക്വൻസീസും ഇതിനുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എന്നൊരു വ്യക്തി, എൻ്റെ ഫ്രീക്വൻസി നെഗറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ, അതായത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രീക്വൻസി നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെയുള്ള മറ്റ് നെഗറ്റീവ് ഫ്രീക്വൻസീസ് ഉള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുമെന്നാണ്. അതായത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള കാര്യമായിരിക്കും നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ഫ്രീക്വൻസി ഉള്ള ഒരു കാര്യം കിട്ടും? അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മൊത്തം നെഗറ്റീവായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ, എന്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്താൽ മുമ്പോട്ട് വരുന്നതെങ്കിൽ ഇല്ലാത്തത് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കാത്തത് വരെ കിട്ടത്തുള്ളൂ. അത് ഫ്രീക്വൻസിയുടെ കാര്യമാണ്. ഹൈലി നെഗറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള കാര്യമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെ പോസിറ്റീവ് ആക്കാം, ഹൈലി ഹാപ്പിനെസ് ഫ്രീക്വൻസി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്താണോ എന്ന് പറയുന്നത് അതിന് നന്ദി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രീക്വൻസി ഹാപ്പിനെസ് ആവുകയും ആ ഹാപ്പിനെസ് ഫ്രീക്വൻസിയും ഉള്ള കാര്യം നമ്മൾക്ക് ആഗ്രഹമുള്ള മറ്റ് ഹാപ്പിനെസ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് തമ്മിൽ കൂടി ചേരുകയും ചെയ്യും. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് കാണാൻ സാധിക്കും ഈ കുറ്റം പറയുന്നവരുടെ കൂടെ വേറൊരു കുറ്റം പറയുന്നവൻ വന്നാൽ അവിടെ ഹൈലി നെഗറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും. പിന്നെ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും, അയൽവക്കത്തുള്ള കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഫ്രീക്വൻസീസിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഈ ഫ്രീക്വൻസിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. ചെറിയ പിള്ളേർ, അതായത് അവരുടെ അടുത്ത് നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നോ ഇല്ലാത്തൊരു സന്തോഷം വരും. അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഒരു രസമാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ അവർക്കൊരു ഫ്രീക്വൻസി സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനുള്ളിൽ ഹൈലി ഹാപ്പിനെസ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പം അതിനുള്ളിൽ നമ്മൾ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫ്രീക്വൻസി ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഫ്രീക്വൻസിയുടെ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ലോ ഓഫ് അട്രാക്ഷനിൽ എല്ലാത്തിനും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസി അനുസരിച്ച് മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ്. അപ്പോൾ ഒരാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഫ്രീക്വൻസി ഇമ്പ്രൂവ് ആവണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ഇത് നോക്കുക. ഇത് നിക് വുജിക്കിക്കോ അങ്ങനെന്താ പറഞ്ഞ ഈ രണ്ടാമത്തെ വീട് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല, അപ്പോൾ നിക്കെന്ന് വിളിക്കാം. ഇദ്ദേഹത്തിന് 2 കാലും ഇല്ല, 2 കൈയും ഇല്ല, ഇങ്ങനെ തന്നെ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ പേരൻസ് ഇദ്ദേഹത്തിനെ വളരെ നല്ല പോലെ പരിപാലിക്കാൻ തുടങ്ങി. ഈ 2 കൈയും 2 കാലും ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവന് മനസ്സിലാക്കാത്ത രീതിയിൽ അവനെ വളർത്തിക്കൊണ്ട് വന്ന് അങ്ങനെ അവനെ സ്കൂളിൽ ചേർക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഈ 2 കാല് 2 കൈ ഇല്ലാത്ത ഒരു വലിയ കുറവ് തന്നെയാണ് എന്നുള്ളത്. മറ്റുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ ഇവനെല്ലാം സഹായം വേണം. ഒരു ബുക്ക് മാറ്റണമെങ്കിൽ സഹായം വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആരെങ്കിലും കൊണ്ടു കൊടുക്കണം. ഇത്തരത്തിലുള്ള സഹായങ്ങളില്ലാതെ പിന്നെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഇവൻ മനസ്സിലാക്കുന്നത് 2 കൈ 2 കാലും ഇല്ലാത്തത് വളരെ വലിയ കുറവാണ്. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാത്റൂമിലെ ബാത്ടപ്പിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം 2 കൈയും 2 കാലും ഇല്ലാത്തവന് അതേ പറ്റത്തുള്ളൂ, വേറെ രീതിയിലൊന്നും ആത്മഹത്യ ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഈ ബാത്ടപ്പിൽ വെള്ളം നിറച്ചിട്ട് അതിലോട്ട് ചാടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പേരൻസിൻ്റെ മുഖം ഓർമ്മ വന്നിട്ട് ഇവൻ രക്ഷപ്പെടാൻ ഇങ്ങനെ ഒച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അത് വിളിച്ചപ്പോൾ ഇവൻ്റെ അച്ഛൻ ഓടി വന്നിട്ട് അച്ഛൻ ഇവനെ രക്ഷിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് 2 കൈയും 2 കാലും ഇല്ല, എന്തിന് ഞാൻ ജീവിക്കണം, ഇങ്ങനെ ഒരു ജീവിതം അല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇവനോട് 2 കാര്യം പറഞ്ഞു. ഒന്നല്ലെങ്കിൽ നിനക്ക് ഇല്ലാത്തത് എന്ത് എന്നോർത്ത് ഇനി ജീവിതം നിന്റെ മുമ്പോട്ട് കൊണ്ടുപോകാം. നിനക്ക് 2 കൈ 2 കാലും ഇല്ല, ജീവിതം മടുപ്പായിരിക്കും എന്നോർത്താ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. അതേസമയം നിനക്ക് എന്തുണ്ട് എന്നോർത്താണ് നീ ജീവിക്കുന്നതെങ്കിൽ, അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ
ഈ നിക്കാണെങ്കിൽ എന്താ ചെയ്തത്, അന്ന് മുതൽ ഇവനൊരു ഫാമിലി ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കാൻ തുടങ്ങി, അതിൽ സന്തോഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവന് ഒരു നല്ല പേരൻസ് ഉണ്ട്, ഇതിൽ സന്തോഷിക്കാൻ തുടങ്ങി. ഇവന് കാണുന്നതിലെല്ലാം സന്തോഷിക്കാൻ തുടങ്ങി. എനിക്ക് താങ്ക് യു എന്നുള്ള ഒരു കാര്യം പറയാൻ തുടങ്ങി. അപ്പോൾ ഇവൻ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവന് ഹാപ്പിനെസ് ഇവന് കിട്ടാൻ തുടങ്ങി. ഇവനിപ്പോ നമ്മളൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇവന് ജീവിക്കുന്നത്. ഇവനിപ്പോ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, കാരണം അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നീന്തുന്നുണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവനുണ്ട്. കാരണം ഇങ്ങനെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ട് ഇപ്പൊ നിക്ക് എന്ന് പറയുമ്പോൾ 50ഓളം രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്ത് അവർക്കെല്ലാം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിട്ട് വലിയ ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് ഇവൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ അന്ന് അവന്റെ അച്ഛൻ അവനോട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു കൊടുത്തില്ല എന്നായിരുന്നെങ്കിൽ ഇവനൊരിക്കലും ഇങ്ങനെ ഒരു ജീവിതം കിട്ടില്ലായിരുന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തത് ഹൗ ടു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ടോക്സ്, ഇല്ല നമുക്കൊന്നുമില്ല, ഇല്ല എന്തുണ്ടെങ്കിലും എനിക്കതില്ല, ഇതില്ല, ഈ ഒരു ടോക്ക് ആദ്യം മാറ്റണം. ഒരു അമ്മൂമ്മയുടെ കഥ പറയാം. അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫ്രിക്ഷണൽ, അതല്ലെങ്കിൽ നടന്ന കഥയൊന്നുമില്ല, ചുമ്മാ ഒരു കഥയാണ്. അതായത് ഈ അമ്മൂമ്മ നാട്ടുകാരോടെല്ലാം പറയും എനിക്ക് അതില്ല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് വീടില്ല, എനിക്ക് ഇല്ല. നാട്ടുകാർ ഇല്ല എന്നുള്ള വാക്ക് കേട്ട് മടുത്ത് അങ്ങനെ ഒരു ദിവസം അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയി. അപ്പോൾ ഈ അമ്മൂമ്മനെ കൊണ്ട് എങ്ങനെയും ഉണ്ട് എന്നുള്ള വാക്ക് പറയിപ്പിക്കാൻ ഇവർ വീട്ടിൽ പോയിട്ട് വീടിൻ്റെ മേലോട്ടൊക്കെ വീട്ടിൽ ചോർച്ചയുണ്ട്. അപ്പം അമ്മൂമ്മയോട് ചോദിച്ച് വീട്ടിൽ ചോർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവർ പ്രതീക്ഷിച്ച ഉത്തരം എന്ന് പറയുന്നത് വീട്ടിൽ ചോർച്ച ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അമ്മൂമ്മ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ചോർച്ച അല്ലാതെ വേറൊന്നുമില്ല. അപ്പം എന്നിട്ടും അവിടെ നെഗറ്റീവാണ്. അപ്പം ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് നമ്മൾ വാക്കുകൾ പറയുന്നത് നിർത്തുക, ഇല്ല എന്നുള്ളത് നിർത്തുക. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. അപ്പം പൈസ ഇല്ല എന്ന് പറയുന്നതിന് പകരം പൈസ ഉണ്ടാക്കാനുള്ള കൈ ഉണ്ടല്ലോ, പൈസ ഉണ്ടാക്കാനുള്ള ബ്രെയിൻ ഉണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നതിനെക്കാളും ഫാർ മോർ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അടുത്തത് ഈ അൺഹാപ്പിനെസ് അബൌട്ട് എ തിങ്. ഓക്കെ അൺഹാപ്പിനെസ് അബൌട്ട് എ തിങ്. ഈ അൺഹാപ്പിനെസ് അബൌട്ട് എ തിങ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലുള്ളൊരു വിഷമം, നമുക്ക് വരുന്ന വിഷമം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഫീൽ ചെയ്യുന്ന വിഷമമാണെന്ന്. പക്ഷെ ഈ വിഷമം ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് മാത്രമാണോ ഉള്ളത്? നമുക്ക് ഉള്ളവനും ഇല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ട്, ഇല്ലാത്തവനും ഇല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ വിഷമം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മാത്രം കാര്യങ്ങൾ. അതായത് ഒരു 100 രൂപ ഒരാളുടെ കയ്യിലുണ്ട്, 100 രൂപ. ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത് 1000 രൂപയുടെ ആവശ്യമാണ്. പക്ഷെ ഇയാൾക്ക് ഇല്ല, എനിക്ക് 100 രൂപയെ കയ്യിലുള്ളൂ എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ 1000 രൂപ ഉള്ള മറ്റൊരാളുടെ കാര്യം നോക്കുമ്പോൾ 1000 രൂപ ഉള്ള ആൾക്ക് 10000 രൂപയുടെ ആവശ്യമായിരിക്കും ഉള്ളത്. അപ്പോൾ 10000 രൂപ ഉള്ളവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1,00,000 രൂപയുടെ ആവശ്യമായിരിക്കും ഉള്ളത്. നമുക്ക് ബ്ലെസ്സിങ്സ് കൂടുമ്പം അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആവശ്യങ്ങളും കൂടും. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യങ്ങൾ കൂടുമ്പോഴാണ് വിഷമങ്ങൾ നമുക്കില്ല എന്നുള്ളത് വരുന്നത്. അപ്പൊ അതിന് പകരം 100 രൂപ ഉള്ളപ്പം 1000 രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ട്, 100 രൂപ പോലും ഇല്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചിന്തിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് 100 രൂപയ്ക്ക് വേണ്ടി ഒരു താങ്ക് യു, എനിക്ക് 100 രൂപ ഉണ്ട്, നന്ദി, പടച്ചവനോട് നന്ദി എന്നുള്ള ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉള്ളത് എന്താണെന്നുള്ളത് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഉള്ളത് ഫോക്കസ് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഉള്ളത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഉള്ളവനായിട്ട് തന്നെ നമ്മൾ മാറുകയും ചെയ്യും. അടുത്തത് വാട്ട് ഇസ്ലാം ടോട്ട് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഇസ്ലാം ഗ്രാറ്റിറ്റ്യൂഡിന് എന്തൊക്കെയാണ് പറയുന്നത് ഇസ്ലാം കാലഘട്ടത്തിൽ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസും ഖുർആനിലുള്ള കാര്യങ്ങൾ പറയും. ഓരോ കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡും മറ്റേ ഫോർഗീവ്നെസ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടീസ് ചെയ്തു, കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. മറ്റേ നമ്മുടെ സ്വഹാബാക്കളോടെല്ലാം ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അൽഹംദുലില്ലാ എന്നുള്ളത് ജീവിതം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല, അൽഹംദുലില്ലാ എന്നുള്ളത് പറയുക. അതായത് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ നമുക്ക് ചെറിയ വേദന മുതൽ വലിയ വേദന വരെ, മെന്റലി ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ, ഒരു പിന്നു കുത്തുന്ന വേദന മുതൽ വലിയ വേദന വരെ അത് പുറത്തു തരുന്നുണ്ട് പടച്ചവൻ. അപ്പൊ നമ്മുടെ തെറ്റുകൾ പുറത്തു തരും ആ ഒരു വേദന അനുഭവിക്കുന്ന ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഈ വേദന അനുഭവിച്ചു എന്ന് പറയുന്ന വിഷമിക്കുന്നതിന് പകരം അൽഹംദുലില്ലാ എന്ന് അവിടെയും പറയുക. കാരണം അത്ര ഇപ്പൊ വലിയ വേദന അനുഭവിക്കുന്നെങ്കിൽ വലിയ തെറ്റുകൾ പുറത്തു തരും. അതിപ്പോ മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ, അത് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ
നമുക്ക് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ, വിചാരണ ദിവസം നമുക്ക് ഒരു വിഭാഗം ആൾക്കാരെ സ്വർഗത്തിലേക്ക് കടത്തിവിടും എന്നുള്ള. വിചാരണ ദിവസം ഒരു വിഭാഗം ആൾക്കാരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നത് അത് ആരാന്ന് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവര് നന്ദി പ്രകടിപ്പിച്ചേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തില്ല എന്നുള്ളത് ഓർത്തുകൊണ്ടിരിക്കുക അടുത്ത കുറച്ച് ആഴ്ചത്തേക്ക്. മൂന്നാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ ഒന്നും ഓർക്കണ്ട, നിങ്ങൾ എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കുക. അപ്പം ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഈ സർവേ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ ഗ്രേറ്റ്ഫുൾ ആയവരുടെ ഗുണം എന്ന് പറയുന്നത് അവർക്ക് ഹാപ്പിനെസിന്റെ ലെവൽ ഹൈലി ഇൻക്രീസ്ഡ് ആവുകയും അവർ ചെയ്തുകൊണ്ടിരുന്ന വർക്കിന് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ജിമ്മിൽ പോകാൻ പറ്റുകയും അതുപോലെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടി എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് ഇല്ലാത്തത് എന്ത് എന്ന് ഓർത്തുകൊണ്ടിരുന്നവർ അവരുടെ സ്റ്റഡി വന്നപ്പോൾ മനസ്സിലായത് അവർ ചെയ്തുകൊണ്ടിരുന്ന പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല, കാരണം അവരൊന്നും ചെയ്തില്ല, അവരോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. ഈ ഒരു സ്റ്റഡി പറയുന്നത് 2008 നടന്ന ഒരു സ്റ്റഡി. ഇതിൽ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ ബെറ്റർ, അവര് റിലേഷൻഷിപ്പിൽ സക്സസ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ ബിഹേവിയർ, ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് എങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇത് വേറൊരു സ്റ്റഡിയിൽ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഒരു രണ്ട് കാര്യങ്ങളും മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരും അങ്ങനെ പറയും പക്ഷേ ഇതൊരു സക്സസിലേക്കുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്താണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വിഷ്വലൈസേഷനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ സംഭവം നോക്കാം. ആദ്യം തന്നെ വിഷ്വലൈസേഷൻ കാര്യം പറയുമ്പോൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഓർക്കുക. നമ്മൾ പലരും പല ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഗോൾ സെറ്റിങ്ങിന്റെ കാര്യം വരുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് ഡ്രീംസ്, ഈ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഗോൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡ്രീംസ് എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റിയിൽ നടക്കുന്ന ഒരു സംഭവം. നമുക്ക് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നതിന് ഇതൊന്നുമില്ലല്ലോ, പിശുക്കൊന്നും കാണിക്കല്ലോ. അപ്പം ഇങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ ഗോൾസ് എന്ന് പറയുന്നത് ആ ആഗ്രഹത്തിനെ എത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് ഗോൾ. ഗോളിന് ഒരു ഡെഡ് എൻഡ് ഉണ്ടായിരിക്കും. അതായത് ഗോൾസിന് ഇപ്പം ഒരു കോട്ടിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. അതായത് 1 day or day 1, അതൊരു കോട്ടാണ്. അത് 1 day എന്ന് പറയുന്നത് ഡ്രീംസ് ആയിരിക്കും. ഒരു ദിവസം ഞാനിത് നേടും, പറയുന്നത് നല്ലതാണ്, നമ്മളെല്ലാം പറയാറുണ്ട് ഒരു ദിവസം ഞാൻ ഇത് നേടും. പക്ഷേ day 1 ആയിരിക്കും ബെറ്റർ. കാരണം ഒരു ദിവസം നേടുന്ന സാധനത്തിന് ഒരു ഗോളായി കണ്ട് അതിനെ ഞാൻ ഇന്ന് മുതൽ അതിനുവേണ്ടി പരിശ്രമിക്കും എന്ന് പറയുന്നതായിരിക്കും 1 ഡേനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ഇതാണ് ഗോൾസും ഡ്രീംസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഇത്തരം കാര്യം ഇപ്പം പലരും ഗോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എണ്ണീറ്റ് തന്നെ ബുക്കിലൊക്കെ വരച്ച് എഴുതി എൻ്റെ ഗോൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വലിയ സംഭവങ്ങളൊക്കെ ആക്കി വരുന്നവരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ട് പോലും ഇവരുടെ ഗോൾസിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കാത്തത്? പലരും അങ്ങനെ എത്തിപ്പെടുന്നില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ നോക്കാം, നമുക്ക് 2 ടൈപ്പ് മെമ്മറീസ് ഉണ്ട്, ഫെൽറ്റ് മെമ്മറീസും ഫാക്ട് മെമ്മറീസും. ഫെൽറ്റ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ജെസ്സിക് ടീച്ചർ എന്ന് പറയുന്നത്. ഈ ജെസ്സിക് ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ജെസ്സി ടീച്ചർ എന്ന് പറയുമ്പോൾ എന്നെ കണ്ണെടുത്താൽ കാണരുത്, എന്നെ ഒരു തുള്ളി ഇഷ്ടമില്ല, എപ്പോഴും അടിച്ചടിച്ച് എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പീരീഡ് എല്ലാ ദിവസവും ജെസ്സി ടീച്ചർ വരുന്നത്. ഫസ്റ്റ് പീരീഡ് ഞാൻ നിലത്തായിരിക്കുന്നത്. ടീച്ചറിനെ പറയാനും പറ്റില്ല, ഞാനും കുറെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ദിവസവും ഞാനാ നിലത്തിരിക്കുന്നത്. കാരണം ബാക്കി പിള്ളേരെല്ലാം ബെഞ്ചിരിക്കുമ്പോൾ ബെഞ്ചിൽ ഡെസ്കിലൊക്കെ ആയിരിക്കും, ഞാൻ നിലത്ത് എല്ലാ ദിവസവും. കാരണം എന്നെ കണ്ണെടുത്താൽ കാണരുതായിരുന്നു ടീച്ചറിന്. അങ്ങനെ ആ ഒരു ടീച്ചറിന്റെ മുഖം, ആ രൂപമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. ആ ടീച്ചറിനെ അടിക്കുന്നതും എല്ലാം, എന്നെ നാണം കെടുത്തതും എല്ലാം ഓർത്തിരിപ്പുണ്ട്. ഇത് ഫെൽറ്റ് മെമ്മറി. ഫാക്ട് മെമ്മറി എന്ന് പറയുമ്പോൾ ആ ടീച്ചർ പഠിപ്പിച്ച ഇംഗ്ലീഷിൽ ഒരു അക്ഷരം പോലും എനിക്ക് ഓർത്തിരിപ്പില്ല. ഇതാണ് ഫാക്ട് മെമ്മറി. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടുന്ന മെമ്മറീസ് ആണ് ഫെൽറ്റ് മെമ്മറീസ്. അതായിരിക്കും ലൈഫ് ലോങ് നമുക്ക് അനുഭവമായിട്ട് കിട്ടുന്നതും അതിനെയായിരിക്കും സക്സസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഈ നമ്മൾ ലോജിക്കായിട്ട് ഈ ഗോൾസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നതിലും ഗുണകരമായിട്ടുള്ളതാണ് ഫെൽറ്റ്. നമ്മൾ എക്സ്പീരിയൻസിലൂടെ മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരു ഗോളുണ്ട്,
നമുക്ക് അവിടെ എത്തിപ്പെടണം. അങ്ങനെയാണെങ്കിൽ എന്ത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. സോ അതാണ് ഫെൽറ്റ് മെമ്മറീസും ഫാക്ട് മെമ്മറീസും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസും വിഷ്വലൈസേഷനും ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് എന്താണെന്നുള്ള ഈ ഒരു വിഷ്വലൈസേഷൻ എന്നുള്ള ഒരു ക്ലാസ് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. സയൻസ് ഓഫ് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷൻ സയന്റിഫിക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാണുന്നത്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് എന്താ, കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീട്, അൻസാർ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ പുറത്ത് കുറെ മരങ്ങളും ചെടികളും നിൽപ്പുണ്ട്. ഇതെന്റെ കണ്ണ് കാണുന്ന കാര്യം. ഈ കണ്ണ് ഈ മെസ്സേജ് എൻ്റെ ബ്രെയിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബ്രെയിൻ ഇതിനു മുമ്പ് ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ബ്രെയിൻ തിരിച്ചു പറയുകയാണ്, ഇതൊക്കെ ഇന്ന ആൾക്കാരാണ്, ഇത് സത്താർ സാറാണ്, ഇത് അൻസാർ സാറാണ്, ഇവിടെ ഇരിക്കുന്ന ഇന്ന ആൾക്കാരാണ്, അത് ചെടികളാണ്, മരങ്ങളാണ് എന്നുള്ളത് ബ്രെയിൻ എന്നോട് തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഈ കണ്ണുകൊണ്ട് കാണുന്നത് ബ്രെയിനിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, നമ്മൾ ഒരു വിഷ്വൽ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ വിഷ്വലി ചെയ്യുമ്പോൾ കണ്ണ് കൊടുക്കുന്ന പോലെ ഒരു ഇമേജ് വിഷ്വൽസും ബ്രെയിന് കൊടുക്കും. അപ്പൊ ഈ ബ്രെയിന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രെയിനിന്റെ ഒരു പാർട്ടിന് അറിയത്തില്ല, ഒരു പാർട്ട് ഓഫ് ബ്രെയിൻ അറിയത്തില്ല ഇത് കണ്ണ് തരുന്നതാണോ ബ്രെയിൻ തരുന്നതാണോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു വിഷ്വൽസ് റിപ്പീറ്റ് ആയിട്ട് ബ്രെയിൻ നല്ല വിഷ്വൽസ്, അതായത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ബ്രെയിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കോൺഷ്യസ്നെസ്സിൽ നിന്ന് സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോവുകയും സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോയാൽ അത് റിയാലിറ്റിയിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്നുള്ളൊരു വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വരുന്നത്. നമുക്കറിയാം ഈ ഒരു കാര്യമാണ് ഇൻവെന്റേഴ്സ് ആൻഡ് ദെയർ ഇൻവെൻഷൻസ്. കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരും അവരുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. അതായത് തോമസ് ആൽവ എഡിസണും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമായ ലൈറ്റ് ബൾബും, അതുപോലെ തന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും അദ്ദേഹത്തിന് കണ്ടുപിടുത്തമായ ലാൻഡ് ഫോണും, ന്യൂട്ടണും അദ്ദേഹത്തിന് കണ്ടുപിടുത്തമായ ഇക്വേഷൻസും, ഇത്തരം കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് അവരുടെ മനസ്സിൽ, ഒരു എൻഡ് ഇമേജ് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷ്വലൈസേഷൻ എന്നുള്ള ക്ലാസ് കഴിഞ്ഞ ദിവസം ഗേൾസിനായിട്ട് അൻസാർ ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് സത്താർ സാർ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് എടുത്തു. അതേപോലെ തന്നെ അതേ വിഷയം തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെൻഷൻസ് ആൻഡ് ഇൻവെന്റേഴ്സ് ആൻഡ് ദർ ഇൻവെൻഷൻസ്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലുണ്ടാക്കിയ ആ ഒരു എൻഡ് ഇമേജ് ആയിരിക്കണം ഇവരെ ആ ഒരു സക്സസിലേക്ക് കൊണ്ടുവരാൻ കാരണം. അപ്പം നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് അൻസാർ സാർ പറയുന്നത്, കോഴിക്കോട് മാറാടിൽ നിന്ന് തുടങ്ങിയതാണ് ഡിവൈൻ എന്നല്ല, പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ വിഷ്വൽ ചെയ്തുകൊണ്ടായിരിക്കണം ഇപ്പൊ നമ്മളെല്ലാം ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വലൈസേഷന് അത്രത്തോളം ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നോക്കാം, സയൻസ് ഓഫ് വിഷ്വലൈസേഷൻ നേരത്തെ പറഞ്ഞ കാര്യം. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. അവിടെയും 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ടുവന്നിട്ട് ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ദൂരത്തിൽ, ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് അവരോട് ബാസ്കറ്റ് ബോൾ കൈ കൊടുത്തിട്ട് ഫ്രീ ത്രോ അറിയാൻ പറയും. ഫ്രീ ത്രോ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു റിംഗ് നെറ്റിലൂടെ ഉള്ളിലേക്ക് കടത്ത ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട്. അപ്പോൾ ഈ ഫ്രീ ത്രോ അറിയാൻ പറഞ്ഞപ്പോൾ ഈ 3 ഗ്രൂപ്പും ചെയ്തു. 3 ഗ്രൂപ്പ് ഏകദേശം ഒരുപോലെ എറിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ഒരാഴ്ചത്തേക്ക് 1 മണിക്കൂർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഈ ഫ്രീ ത്രോ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ വെറുതെ ജീവിച്ചാൽ മതി, പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട എന്നുള്ളത്. മൂന്നാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട, പക്ഷേ മൈൻഡിൽ പ്രാക്ടീസ് ചെയ്യണം, വീട്ടിലിരുന്ന് തന്നെ വിഷ്വൽസ് കൊണ്ടുവരണം. കറക്റ്റ് എങ്ങനെ നിങ്ങൾ ആ ഒരു ബോൾ ആ ഒരു നെറ്റിന്റെ ഉള്ളിലൂടെ വീഴ്ത്തുന്നു എന്നുള്ള ആ ഒരു വിഷ്വൽസ് എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഇതിന്റെ സർവേ എടുത്തു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യത്തെ ഗ്രൂപ്പിന് 25% ഇമ്പ്രൂവ് ആയി. കാരണം അവർ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിന് നോ ഇമ്പ്രൂവ്മെന്റ്, അത് കാരണം അവരൊന്നും ചെയ്തില്ല, വീട്ടിലിരുന്നു, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ കാര്യം നോക്കുമ്പോൾ 24% ഇമ്പ്രൂവ് ആയത്. വീട്ടിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് ജസ്റ്റ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ട് 24% അവരുടെ ഫ്രീ ത്രോ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഭവമല്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന വിഷ്വൽസ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങൾ ഇപ്പം ശരിക്കും നമ്മൾ ഗീവപ്പ് ചെയ്ത ആഗ്രഹങ്ങൾ കാണും, അല്ലെങ്കിൽ ഇപ്പം ജീവിതത്തിലൂടെ കൊണ്ടുപോകുന്ന ആഗ്രഹങ്ങൾ കാണും.
ഈ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ അതിനെക്കുറിച്ച് കൊടുത്തുകൊണ്ടിരുന്ന വിഷ്വൽസ്, ഈ ഒരു ആഗ്രഹങ്ങളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ വിഷ്വൽസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നു. നെഗറ്റീവായിട്ട് വിഷ്വൽസ് കൊടുത്ത് നമ്മളിത് നടക്കില്ല എന്നുള്ളൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ സബ് കോൺഷ്യസ് അതിനെ ഏറ്റെടുത്ത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് വിഷ്വൽസ് കൊടുക്കുക. അതിപ്പോ എന്ത് തരത്തിലുള്ള കാര്യം ആയിക്കോട്ടെ, ഒരു അസുഖം മാറാനായിക്കോട്ടെ, അസുഖം മാറുന്നതിനെ കുറിച്ച്, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ഒരു വിഷ്വൽസ് കൊണ്ടുവരിക മനസ്സിൽ, അത് അസുഖം മാറിയിരിക്കും. അതുപോലെ തന്നെ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് നടക്കണം എന്ന് ഓർക്കുന്ന പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ, അത് നടന്നു എന്ന് കൺസിഡർ ചെയ്തിട്ട് വിഷ്വൽസ് കൊണ്ടുവരിക, അത് നടക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള വിഷ്വൽസിന് ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് അതുപോലെ തന്നെ കാണാൻ സാധിക്കുക, ഒരു കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണാൻ പാടല്ല. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന അദ്ദേഹമാണ് നെയ്തൻ ഷെറാൻസ്കി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കഥ നോക്കുകയാണെങ്കിൽ റഷ്യയില് സോൾജറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ റഷ്യൻ ജയിലിൽ ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്കക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്ന ഇവിടെ ഒരു ചീഫ് ഗസ്റ്റിനെ പോലെയാണ് നമ്മുടെ ബേബി ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കസേര ചുമന്ന് ഇവിടെ കൊണ്ട് നിട്ടത്. കാരണം ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഇരുത്തണമെന്നും ഇവിടുത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ആ ബേബിയുടെ ഓരോ സംസാരങ്ങളും ഓരോ ആശയങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ബേബിയെ മാതൃകയാക്കണമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ശരിക്കും നിങ്ങളെല്ലാവരും ബേബിയെ മാതൃകയാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൂടെ അദ്ദേഹം വ്യക്തമാക്കി തന്നു. അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോടൊപ്പം ഇന്നുള്ള അദ്ദേഹത്തെ നമുക്ക് ഡിവൈൻ്റെ പേര് ചെറിയ രൂപത്തിലൊന്ന് ആദരിക്കണം. അപ്പോൾ ഡിവൈൻ്റെ ഏറ്റവും ആദരണീയനായ ലീഡർ, നമ്മുടെ ചീഫ് ഇൻസ്ട്രക്ടറായ അഫ്സൽ ബാസിത്ത് മൗലവിയെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, നമ്മുടെ പ്രിയങ്കരനായ ബേബിയെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഡിവൈൻ്റെ നമ്മൾ മുമ്പ് പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈ ക്ലാസ് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഒരു സാധനം എങ്ങനെയോ അത്ഭുതകരമായ രൂപത്തിൽ ചെറിയൊരു ഷീൽഡ് ഇവിടെ തയ്യാറായത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു ഷീൽഡ് കൊടുത്തുകൊണ്ട് ബേബിയെ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ അഫ്സൽ ബാസിത്ത് മൗലവി അവറുകൾ ആദരിക്കുകയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി ബേബിയും ക്ഷണിക്കുകയാണ്. ബേബിയുടെ ക്ലാസ്സിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതായി അബ്ദുൽ വാസ് നമ്മൾ അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉള്ള ഹക്ക് പറഞ്ഞാൽ എൻ്റെ അടുത്തിരുന്നത് സാലിയാണ്. സാലിയോട് ഞാൻ പറഞ്ഞു, ബേബി സാറ് ബേബി എന്ന് ശരിക്കും ബേബി എന്നല്ല, ബേബിയൊക്കെ മാറിയിട്ടാണ് വലിയ ലെവലായിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ബേബിയുടെ ഫാദറിൻ്റെ അനിയന് ഇവൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെ വാട്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുള്ളിയുടെ പറഞ്ഞു, എന്നെ ലക്കിയാണ്, ഖുറാനും ഹദീസും വെച്ചിട്ട് ഒരു വിഷയത്തെ സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനത് ഓരോ സ്ലൈഡും അല്ലെങ്കിൽ അവൻ്റെ ഓരോ പ്രസൻറ്റേഷനെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ പിന്നെ ഇവൻ്റെ ഫാദറിനെ ചക്കുട്ടൻ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ചക്കുട്ടൻ മിക്കവാറും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടാവും. വലിയ ഭാഗ്യമാണ്. കാരണം എത്രത്തോളം വിഷയത്തിന് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഞാൻ കുറേ ഫോട്ടോസ് എടുത്ത് ചെയ്തിട്ട് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ, നമ്മുടെ നിലവിൽ നമ്മുടെ ഈ ഒരു കാലത്ത് പല കുട്ടികളും പല പല പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഒന്നുകിൽ കളിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പിള്ളേരിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ആ ഞായറാഴ്ച വന്നിരുന്ന് ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് പങ്കാളിയാവാനും ഒപ്പം നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പങ്കാളിത്തത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാലൊക്കെ വലിയൊരു ഭാഗ്യമാണത്. ഞാൻ മോളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിരുന്ന ആളാണ്. അപ്പോഴാണ് ബേബിയുടെ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ പറയുക ഒരു കസേരയിട്ടിരുന്നു. വലിയ ചിന്തയാണ് കിട്ടിയത്. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ വെച്ചിട്ട് ഈ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് എനിക്കൊരൊറ്റൊരു ഹദീസിനെ കൂടെ ചേർന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ 3 വിഭാഗം ആളുകൾക്ക് ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ കയറ്റിവിടുന്ന ഒരു ഹദീസ് പറയുന്നുണ്ട്. ഈ ഹിസാബിന്റെ ഏറ്റവും സങ്കീർണമായി നിൽക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കും, ആരാവുന്ന രക്ഷിക്കാനുള്ളത്, എങ്ങനെയാവുന്ന ഈ ഹിസാബിന്റെ സമയം കഴിയുന്നത്. ഇങ്ങനെ ആകെ പരസ്പരം ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ആശ്രയിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്
3 വിഭാഗം ആളുകൾ ഗ്രീൻ ചാനൽ വഴി മറ്റുള്ള ആളുകൾ ഇങ്ങനെ അസ്വസ്ഥതയിൽ കഴിയുമ്പോൾ 3 വിഭാഗം ആളുകൾ വളരെ സ്മൂത്ത് ആയിട്ട് ഹിസാബിന്റെ ആ ഒരു അവസ്ഥയിൽ പങ്കാളിയാവാതെ ഇങ്ങനെ കയറിപ്പോവും. അപ്പം ഈ ഹിസാബിന് നടത്തി നിൽക്കുന്ന ആളുകൾ ചോദിക്കും, ഇതാരാണ് മലക്കളോട് ചോദിക്കും, ഇതാരാണ് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ വിയർപ്പിൽ കുളിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കയറി പോകുന്ന ആരെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ഈ ക്ഷമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളുകളെ കുറിച്ചാണ്. ശരിക്കും ഞാൻ അതിങ്ങനെ വായിച്ചു, അല്ലെങ്കിൽ ബേബിയുടെ ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ സാരിയോട് പറഞ്ഞത്, വിഷം കഴിച്ചാൽ മരിക്കുന്നത് നമ്മളാണ്, വിഷം കഴിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ക്ഷമ. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ നാം ക്ഷമിക്കാതിരിക്കുക എന്നുള്ള വലിയൊരു തോട്ട് ഇട്ട് തന്നു. അള്ളാഹു എല്ലാവരും തൗഫീഖ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇവന്റെ വളർച്ചയിൽ, ഇദ്ദേഹത്തിന്റെ ആദരിക്കപ്പെട്ട വ്യക്തിയാണല്ലോ, ബഹുമാനപ്പെട്ട ബേബിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത് മാതാപിതാക്കൾക്കാണ്. അള്ളാഹു തആല ഇതിന്റെ ഒരു വലിയ വെളിച്ചം നമ്മുടെ ബഹുമാനപ്പെട്ട ബേബിയുടെ ഫാദറിന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മളേക്ക് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഈ നിന്ന് സംസാരിക്കുന്ന കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം, ഉസ്താദ് അങ്ങനെ ഡിവൈനിൽ നമുക്ക് സ്റ്റുഡൻസ് വിങ്ങിൽ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ വരുന്ന ആളല്ല. പക്ഷെ എന്തോ ഞാൻ എപ്പോഴും അത് വിഷ്വലൈസേഷൻ്റെ കാര്യമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. എന്തോ എപ്പോഴും ഞാൻ അത് വിഷ്വലൈസ് ചെയ്യായിരുന്നു. ഉസ്താദ് വന്ന് ക്ലാസ് എടുക്കുന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കുകയായിരിക്കും, പക്ഷെ സത്യമായിട്ടും ഞാൻ അത് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. കാരണം അൻസർ സാറിനെ ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് വിഷ്വൽ ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു വിഷയം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു പ്രസന്റ് ചെയ്യുന്ന കാര്യം ഓർത്തപ്പം അൻസർ സാറിന് അവിടെ ഒരു കസേരയിട്ട് അവിടെ വിഷ്വൽ ചെയ്ത് ഞാൻ ആണയിടുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് നടക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചായിരുന്നു, പക്ഷെ ഇത് നടക്കുന്ന ഓർത്തില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒരു പ്രസന്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ വീഡിയോ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിലും ഇവിടെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ഒരു കാര്യം വിശ്വസിച്ചത്. അത് സത്യമായിട്ട് നടന്നു എന്നുള്ളൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. എനിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരുമായിരിക്കും, പക്ഷെ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു.